അക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുകയാണെന്ന് മുൻ എം.എൽ.എയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബലറാം അഭിപ്രായപ്പെട്ടു. പാവർട്ടി മണ്ഡലം 1-ാം വാർഡും 15-ാം വാർഡും സംയുക്തമായി നടത്തിയ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിയുടെ വിപണനം കേരളത്തിൽ യുവതലമുറയെ വഴിതെറ്റിക്കുന്നുവെന്നും ലഹരിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാത്മാഗാന്ധിക്ക് മുൻപ് ഒരുപാട് ഇതുപോലെയുള്ള മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിവിധ രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരായി ഉള്ള പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പൊതുവായിട്ടുള്ള ഒരു രീതിശാസ്ത്രം ഉണ്ടായിരുന്നു. എന്താ, കുറെ ആളുകൾ സാഹസികരായിട്ട് കടന്നു വന്ന് അവര് വിപ്ലവം നടത്തുന്നു, ഒളിപ്പോര് നടത്തുന്നു, ഗറില്ല യുദ്ധമുറകൾ നടത്തുന്നു, ഭരണാധികാരികളെ ബോംബ് വെച്ച് കൊല്ലുന്നു, കിട്ടുന്നിടത്തൊക്കെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ആകെ ഒരു ഇൻസ്റ്റെബിലിറ്റി, ആകെ ഒരു അസ്വസ്ഥതയും ആ നിലയിലുള്ള വലിയൊരു കലാപവും കലുഷിതമായിട്ടുള്ള അന്തരീക്ഷവും അരാജകത്വവും ഒക്കെ സൃഷ്ടിച്ച് അങ്ങനെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിനു മുമ്പുള്ള മിക്കവാറും എല്ലാ വിപ്ലവങ്ങളുടെയും രീതി. വാർഡ് പ്രസിഡന്റ് KC ഖാദർ മോൻ കുടുംബസംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ സലാം വെൺമേനാട്, സിന്ധു അനിൽകുമാർ, സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് MK അനിൽകുമാർ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ സലീം, ബൂത്ത് പ്രസിഡന്റ് നസീർ കടവിൽ, പഞ്ചായത്ത് മെമ്പർമാരായ ജെറോം ബാബു, സുനിത രാജു, TK സുബ്രഹ്മണ്യൻ, കോൺഗ്രസ് നേതാക്കളായ AK ഷിഹാബ്, ഭാസ്കരൻ മണ്ണത്ത്, ഷമീം അറക്കൽ, CS രാജൻ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമത്തിൽ കലാ സാംസ്കാരിക കായിക രംഗത്ത് ഉന്നത നേട്ടം കൈവരിച്ചവരെയും വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു.